S24 is live and sound. So guys, Sri here. നമുക്ക് ഇന്ന് S24നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ഇൻ ഡെപ്ത് ആയിട്ട് നോക്കാം. ഫോൺ കയ്യിൽ മലയാളികളുടെ ഒന്നും അങ്ങനെ കിട്ടി തുടങ്ങിയില്ല. 4 സായിപ്പന്മാരെ കിട്ടി. അതിൽ നിന്ന് പഠിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഇതിനൊരു കംപ്ലീറ്റ് റീവാമ്പാണ് പോയിരിക്കുന്നത്. iPhone 14 Pro നിന്ന് 15 Proയിലേക്ക് പോയാണെങ്കിൽ ചെറിയ മൈനർ അപ്ഗ്രേഡ്സ് അല്ല ഇവർ പോയിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് റീവാമ്പ്. ഡിസൈനിൽ വ്യത്യാസമുണ്ട്, പെർഫോമൻസിൽ വ്യത്യാസമുണ്ട്, ഡിസ്പ്ലേയിൽ വ്യത്യാസമുണ്ട്, ബാറ്ററിയിൽ വ്യത്യാസമുണ്ട്, ക്യാമറയിലേക്ക് ജനറേഷണൽ വ്യത്യാസമുണ്ട്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് വ്യത്യാസം ലൈസ് ഇൻ ദ സോഫ്റ്റ്വെയർ. സോ ഈ ഡിസൈൻ ഫിലോസഫി ഈ വട്ടം സാംസങ് പോയിരിക്കുന്നത് ഇച്ചിരിയും കൂടെ ഒരു ബോക്സി സ്ക്വയർ ഓഫ് എവറിത്തിങ് ഷാർപ്പ്, എവറിത്തിങ് ഫ്ലാറ്റ്, നത്തിങ് കർവ് എന്ന് പറയുന്ന സാധനം എല്ലാം മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അതെല്ലാം ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എസ് പെന്നിൻ്റെ അറ്റത്തുള്ളൊരു ചെറിയ കർവ് വരെ അടച്ചു വെക്കുമ്പോൾ ഒഴിവാക്കി. ആ രീതിയിൽ മൈന്യൂട്ട് ഡീറ്റെയിൽസിലായിമാർ ഡിസൈൻ ഫിലോസഫിയിൽ ഫ്ലാറ്റ് ആക്കിയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും, പക്ഷേ ദ ഡിസൈൻ ഈസ് ഓൾമോസ്റ്റ് ഷാർപ്പ് എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ ഡിസ്പ്ലേ ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ആ കോർണേഴ്സും ഈ എഡ്ജ് സ്ക്രീൻ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം പ്ലെയിൻ ഗ്ലാസ് ഡിസ്പ്ലേയിൽ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബെസൽസ് അല്ലെ ചിഹ്നുണ്ടല്ലോ എപ്പോഴും താഴെയുള്ള, എപ്പോഴും സാംസങ്ങിന് ഒരു നാഗ് ചെയ്യാൻ പറ്റുന്ന, വേറെ എല്ലാ കമ്പനികൾക്കും നാഗ് ചെയ്യാൻ പറ്റുന്ന ചിഹ്നിലൊരു ചെറിയ സ്പേസ് എക്സ്ട്രാ കാണും, ഒരു കറുത്ത ബെസൽ കൂടുതൽ. അത് ഈ വട്ടം ഇല്ല, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. വൺ മോർ തിങ്, ഒരു സ്മോൾ നോട്ടബിൾ സംഭവം എന്ന് വെച്ചാൽ സ്മോളർ സെൽഫി ക്യാമറ. ഇതെല്ലാം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ബെറ്റർ, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഓൾമോസ്റ്റ് ഒരു ഫുൾ സ്ക്രീൻ, ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ എക്സ്പീരിയൻസിലേക്കാണ് അവർ ഓറിയൻറ്റ് ചെയ്തത്. സോ ഡിസ്പ്ലേനെ കുറിച്ച് അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ഒരു ഫുൾ ഫ്ലാറ്റ് ബോക്സി ഡിസൈൻ വിച്ച് ഇസ് മച്ച് മോർ റിഫൈൻഡ്. പക്ഷേ അത് ജനറേഷനലി S24ൻ്റെ S23നെ തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് നമുക്ക് ഇൻ ഹാൻഡ് ഫീൽ കൈ കിട്ടുമ്പോഴേ ഒരു ജെന്യുവൻ റിവ്യൂക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അനദർ തിങ് ഇസ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പെർഫോമൻസ് ഗൈസ്. പെർഫോമൻസിനകത്ത് ബേസിക്കായുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. 8 GB റാം ബേസ് എടുത്ത് 12 GB ആക്കിയിട്ടുണ്ട്. പുതിയ ചിപ്സെറ്റാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. പുതിയ ചിപ്സെറ്റ് എന്ന് പറയുമ്പം സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റാണ്. അതിൻ്റെ ഒരു പ്രത്യേകത മെയ്ഡ് ഫോർ ഗാലക്സി 8 Gen 3. അതുകൊണ്ട് ഇച്ചിരി കൂടെ ബെറ്റർ തെർമൽ പെർഫോമൻസ്, ഇച്ചിരി കൂടെ ബെറ്റർ ത്രോട്ടിലിംഗ് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അവരുടെ കീനോട്ടിലൊക്കെ പറഞ്ഞേക്കുന്നത്. സോ ബെഞ്ച് മാർക്ക് സ്കോഴ്സ് ഒക്കെ നമുക്ക് നോക്കിയപ്പോൾ ആപ്പിളിൻ്റെ iPhone 15 Pro ഇരിക്കുന്ന ബയോണിക്കിനെക്കാട്ടി മോർ പവർഫുള്ളാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലിറ്ററലി എ ജനറേഷണൽ ലീപ് ഫോർവേഡ് ഇൻ ചിപ്സെറ്റ് ഫോർ സാംസങ് ഡിവൈസസ്. അത് ഭയങ്കര അടിപൊളിയാണ്. അനദർ തിങ് ഇസ് Wi-Fi 7 വന്നിട്ടുള്ളത്. കഴിഞ്ഞ ജനറേഷനിൽ ഇരുന്ന Wi-Fi 6E നിന്ന് Wi-Fi 7 ഭയങ്കര ഒരു ജംപ് ഫോർവേഡ് ആണെന്ന് വെച്ചാൽ യെസ്. കാരണം ലിറ്ററലി നിങ്ങൾക്ക് കറക്റ്റ് പ്രൊവൈഡറും കറക്റ്റ് സർവീസസും കിട്ടുമെങ്കിൽ 4 times ഫാസ്റ്റർ വൈഫൈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് സ്മോൾ തിങ്സ് ടു ബി നോട്ടഡ്. ബെറ്റർ സ്പീക്കേഴ്സാണ് ഈ റിവ്യൂസും ഈ ഫസ്റ്റ് ഇംപ്രഷനിൽ കുറേ പേര് പറയുന്നത്. ബെറ്റർ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 12% ഫാസ്റ്റർ ടച്ച് റെസ്പോൺസ് റേറ്റ് ആവും ഡിവൈസിൽ എന്ന് പറഞ്ഞാൽ തൊടുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ ഇച്ചിരി കൂടെ ഒരു ഫാസ്റ്റർ റെസ്പോൺസ് റേറ്റ് നമുക്ക് കിട്ടുമെന്നും പറയുന്നുണ്ട്. ബെറ്റർ OIS ഗൊറില്ല ആർമർ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്. അവർ പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് കോമ്പറ്റീഷനെക്കാട്ടിയും 4 times സ്ട്രോങ്ങറും, അതേസമയം ദ തിങ് ഇസ് 75% ഓഫ് ദ ഗ്ലെയർ ഇവർക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഐ ഫൈൻഡ് ഇറ്റ് ഫാസിനേറ്റിംഗ്. എല്ലാ വർഷവും സാംസങ് ഇതുപോലത്തെ ചെറിയ സംഭവങ്ങളൊക്കെ വീണ്ടും റീഇൻവെൻറ്റ് ചെയ്ത് പൊളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ലിറ്ററലി നൈസ് ഗൈസ്. നെക്സ്റ്റ് ജനറേഷണൽ അപ്ഗ്രേഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഗൈസ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ക്യാമറാസ്. കഴിഞ്ഞ വർഷം ക്യാമറയെ കുറിച്ച് എല്ലാവർക്കും സാംസങ്ങിനുള്ള കുറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ആസ് ഫ്ലൂയിഡ് ആസ് സാംസങ്. പക്ഷെ അത് നമുക്ക് ഇനിയും പറയാൻ പറ്റത്തില്ല. കാരണം 238 millisecond ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ള ടൈം. കഴിഞ്ഞ വർഷം എനിക്കൊന്ന് 333, അതൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച്. ഒരു ലിറ്ററലി ഫോട്ടോസ് ടക്കടക്കടക്കാന്ന് അടിച്ച് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അടുത്തത് പറയുമ്പോൾ സെക്കൻഡ് തിങ് ഇസ് 200 MP ഉള്ള സെൻസർ സെയിം അല്ല. 200 MP തന്നെ ആണെങ്കിലും ഈ വട്ടത്തെ 4 പിക്സലിന് അത്രയും വലിപ്പം ഒരു പിക്സലിന് അവർ പറയുന്നത്. ഇറ്റ് ഇസ് അത് അവരുടെ കീനോട്ടിൽ അവർ പ്രൊക്ലെയിം ചെയ്തേക്കുന്നത്. അടുത്ത പ്രൊവിഷ്വൽ എഞ്ചിൻ എന്ന് പറയുന്നൊരു പുതിയൊരു ഇമേജ് പ്രോസസ്സർ അവർ കൊണ്ടുവന്നു. അവർ ഇമേജ് പ്രോസസ്സർ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ഫോട്ടോസ് എടുത്ത് അതിൻ്റെ HDR സാമ്പിളിങ്ങും അതിൻ്റെ സ്മൂത്ത്നെസ്സും സ്കിൻ ടോൺസും AI മോഡൽസും ഇതെല്ലാം ഉപയോഗിച്ച് ഒരു ബെറ്റർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബെറ്റർ ഇമേജ് പ്രോസസ്സിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന. ഈ ക്യാമറയിൽ വേറെ 2-3 ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഈ വട്ടം 4K 120 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അത് ഫോർ സ്ലോമോ അതൊരു ലക്ഷക്കണക്കിന് വിലയുള്ള സോണി ക്യാമറാസിലൊക്കെയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ സാംസങ് ക്യാമറാസിൽ ചിലവർക്ക് കൺഫ്യൂസിങ്ങും അതേസമയം തോന്നിയിരുന്നു. കഴിഞ്ഞ വട്ടത്തെ 10x സൂം ഉണ്ടല്ലോ, ഈ ചന്ദ്രനെ ഒരു ഫോട്ടോ എടുക്കുന്നത്, അത് ഈ വട്ടം അവർ കുറച്ച് 5x ആക്കിയിട്ടുണ്ട്. സാംസങ് പറയുന്നത് കഴിഞ്ഞ വട്ടത്തെ സെൻസറിനെക്കാട്ടി 4 തവണ കൂടുതൽ റെസല്യൂഷൻ കൂടിയ 5x സെൻസറാണ്. ഇൻ റിയൽ ലൈഫ് നമുക്കത് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം ലൈക്ക് ചെയ്യാൻ പറ്റുമെന്ന് യൂസ് ചെയ്താലേ അറിയൂ. പക്ഷേ അതേ കോണത്ത്
പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അൾട്രാ വൈഡും മാക്രോയും സംഭവങ്ങളും എല്ലാം സെയിം ഡിറ്റോ. സെൻസേഴ്സിന് മാത്രം ചെറിയ എൻഹാൻസ്മെൻറ്റും അവരുടെ പ്രോസസ്സിങ്ങിനും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നറിയാം. പക്ഷേ ഈ 5Xൻ്റെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ലിറ്ററലി 8K വീഡിയോ 5Xൽ ഷൂട്ട് ചെയ്യാം. 8K വീഡിയോ 5Xൽ ഷൂട്ട് ചെയ്യാം ആൻഡ് 4K വീഡിയോ നിങ്ങൾക്ക് 10Xലും ഷൂട്ട് ചെയ്യാം. ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഇറ്റ് ഈസ് ലിറ്ററലി ബ്ലോയിങ്. സോ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ലെറ്റ്സ് സേ ഒരു ബെറ്റർ സെൻസർ, ബെറ്റർ OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ബെറ്റർ വീഡിയോ കേപ്പബിലിറ്റീസ്, ബെറ്റർ ഇമേജ് പ്രോസസ്സിങ്, ബെറ്റർ സോഫ്റ്റ്വെയർ, സ്മൂത്താണ്, ഇതെല്ലാം കൂടെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ ബെറ്റർ ക്യാമറ. ഇനി നെക്സ്റ്റ് വൺ തിങ് ദാറ്റ് ഐ വിഷ് സാംസങ് മെയ്ഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഒരുപാട് നാളായിട്ട് എനിക്ക് സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർസ് ആർ ഭയങ്കര എന്താ പറയുക ഒഫീഷ്യൽ കോർപ്പറേറ്റ് സ്റ്റൈലിലൊരു സോഫ്റ്റ്വെയർ. പക്ഷേ 1 UI പുതിയ 6.1 അവർ കൊണ്ടുവരുന്ന സംഭവം എന്ന് വെച്ചാൽ ദേ ആർ മേക്കിംഗ് ഇറ്റ് ഫൺ, എൻഗേജിങ് ആണ്, ഫണ്ണാണ്. അവർ ലെസ് കോർപ്പറേറ്റ് തീം പിടിച്ച് ഇച്ചിരി കൂടെ ഒരു, നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയറിൽ അവരുടെ കീനോട്ട് കാണുമ്പോൾ അറിയാം എല്ലാ അനിമേഷൻസും വിഡ്ജറ്റ്സും എയ്സ്തെറ്റിക്കലി മോർ പ്ലീസിങ്ങും എയ്സ്തെറ്റിക്കലി മോർ അഡ്വാൻസ്ഡ് ആൻഡ് കളർഫുൾ ആക്കി കൊണ്ടുവരിക സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവർ പറയുന്ന ഗാലക്സി എയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് തന്നെ ഇൻസ്റ്റൻറ്റ് സ്ലോമോ. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണെങ്കിലും ഗാലറിയിലുള്ള ഞങ്ങൾക്ക് പിടിച്ചുകൊണ്ടിരുന്നത് അത് ഇൻസ്റ്റൻ്റ്ലി സ്ലോമോ ആയി ചെയ്യാം. കാരണം അവരുടെ ഇമേജ് പ്രോസസ്സിങ് ന്യൂറൽ എൻജിൻ എന്നൊക്കെ വെച്ച് ഓരോ ഫ്രെയിംസും ആർട്ടിഫിഷ്യലി ആ ഇൻസ്റ്റൻറ്റ് തന്നെ അവർ റെപ്ലിക്കേറ്റ് ചെയ്യുക, അത്രയും കേപ്പബിലിറ്റീസ് ഉള്ള ചിപ്സെറ്റ് അത് ഇരിക്കുന്നത്. രണ്ടെന്ന് പറയുമ്പം ജനറേറ്റീവ് വാൾപേപ്പർ. എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയല്ലേ. നിങ്ങളുടെ കസ്റ്റമൈസേഷൻ, നിങ്ങളുടെ സ്റ്റൈൽ, നിങ്ങളുടെ ഇമേജിനറിയും വെച്ച് അതൊരു വാൾപേപ്പർ ഉണ്ടാക്കി തരുമെന്ന് ക്ലെയിം ചെയ്യുന്നത്. ബട്ട് ഫിംഗേഴ്സ് ക്രോസ്ഡ്. പിന്നെ AI എഡിറ്റർ എന്ന് പറയുന്നത് ലിറ്ററലി നമ്മൾ ഗൂഗിളിൻ്റെ മാജിക് എറേസറിന് കണക്ക് തന്നെ തല ഒട്ടിക്കാം, ഈ സാധനങ്ങൾ മാറ്റാം, അങ്ങോട്ട് മാറ്റാം, ഇങ്ങോട്ട് മാറ്റാം. ആ സാധനങ്ങൾ എല്ലാം സാംസങ്ങിൻ്റെ രീതിയിൽ സാംസങ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വോയിസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നൈസൊരു സംഭവം. എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ നിങ്ങളിപ്പം വോയിസ് മീറ്റിംഗ് ഓണാക്കി നിങ്ങളൊരു ഡെസ്കിൻ്റെ പുറത്ത് വെച്ച് ഒരു 5 പേര് ചുറ്റും ഇരിക്കുന്ന ഡെസ്ക്കാണ്. ഇപ്പോൾ കോൺവെർസേഷൻസ് നടക്കുമ്പോൾ ഓരോരുത്തർ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് അവരുടെ പേര് കോട്ട് ചെയ്ത് അവരെന്തോ പറഞ്ഞതെന്നുള്ള സമ്മറി ഫോണിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കേപ്പബിലിറ്റിയാണ്. സോ പിന്നെ നെക്സ്റ്റ് ഇസ് റിയൽ ടൈം കോൾ ട്രാൻസ്ക്രിപ്ഷൻ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഇതാണ് അവിടെ എനിക്ക് യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായ യൂട്യൂബേഴ്സ് എല്ലാം ബ്ലോൺ അവേ ആയിട്ടൊരു ഫീച്ചർ ഇതാണ്. എന്ന് വെച്ചാൽ ലിറ്ററലി ഇപ്പോൾ ഒരു കൊറിയക്കാരൻ ഞാനും കൂടെ സംസാരിക്കും, ഞാൻ മലയാളത്തിൽ പറയുന്നു, അവൻ കൊറിയയിൽ പറയുന്നു. കൊറിയയിൽ പറയുന്ന റിയൽ ടൈം ഇംഗ്ലീഷിൽ എനിക്ക് കേൾക്കാം, ഞാൻ മലയാളത്തിൽ പറയുന്ന റിയൽ ടൈം ഇംഗ്ലീഷിൽ അവർക്ക് കേൾക്കാം. പക്ഷേ ലിമിറ്റഡ് ലാംഗ്വേജ് സപ്പോർട്ട് അത്രേ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇനിയും നമുക്ക് ചെകഞ്ഞെടുക്കാനുണ്ട്. ഇനീഷ്യൽ ഇംപ്രഷൻസ് ഈ AI ഫീച്ചേഴ്സ് എല്ലാം ഒരു 8 അല്ലെ 7 ഔട്ട് ഓഫ് 10 എന്നാണ് എല്ലാവരും പറയുന്നത്. സോ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ലെറ്റ്സ് സമറൈസ്. ന്യൂ ഡിസൈൻ, ഒരു ബോക്സി ഷാർപ്പ് ഫ്ലാറ്റ് ആയിട്ടുള്ള സംഭവം, ന്യൂ ഡിസ്പ്ലേ, കളർ ആക്യുറേറ്റ്, ബെറ്റർ ബ്രൈറ്റ്നെസ്, ഒരുപാട് നെറ്റ്സ് ഉള്ള, അതേസമയം ഒരുപാട് റെസ്പോൺസീവ് ആയിട്ടുള്ള, ഇറ്റ്സ് ഹാർഡർ ആൻഡ് സ്ട്രോങ്ങർ ഡിസ്പ്ലേ, ന്യൂ പ്രോസസ്സർ ആൻഡ് ന്യൂ ചിപ്സെറ്റ്, പെർഫോമൻസ് ലീഗിലൊക്കെ ഇത് അൺപാരലായിട്ട് പോവുകയാണ്. ക്യാമറ വൈസ് അവർ പറയുന്നത് അവരുടെ ഇമേജ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും റെസൊല്യൂഷൻസും സെൻസറും എല്ലാം കൊണ്ട് ഈ വട്ടം ജനറേഷണൽ ലീപ്പ് ഫോർവേഡ് ആയിരിക്കും എന്ന് പറയുന്നു. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് സോഫ്റ്റ്വെയറിൽ എനിക്ക് ഇംപ്രഷൻസ് കണ്ടപ്പോൾ എനിക്ക് ഐ ലൈക്ക് ഇറ്റ്. ഈ ആപ്പിളിനാണെങ്കിൽ ഈ ഡൈനാമിക് വിഡ്ജറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ദേ ആർ ട്രൈങ് ടു മേക്ക് ദിസ് കളർഫുൾ സംഭവം ഗൈസ്. ബട്ട് 2 കാര്യങ്ങൾ എനിക്ക് ജനറലി ഡൗട്ടുള്ളതെന്ന് പറയുമ്പോൾ ബാറ്ററി ലൈഫ് കൂടി എന്ന് പറയുന്നുണ്ട്, ബട്ട് കറക്റ്റ് എത്ര മെഗാ പിക്സൽസ് ആയിട്ട് കൂടിയെന്ന് നമുക്ക് പറയത്തില്ല. ഓരോ ദിവസവും ഓരോന്നാണ് പറയുന്നത്. അതുകൊണ്ട് കറക്റ്റ് കിട്ടുമ്പോൾ ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടേക്കാം. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ 5X സൂം സാധനം എനിക്ക് ഇത്തിരി ഡൗട്ടായിട്ട് തോന്നുന്നു. കാരണം 10Xൻ്റെ അത്രയും എന്തൊക്കെ പറഞ്ഞാലും ഒപ്റ്റിക്കലി സൂം ചെയ്യുന്നതായിരുന്നു നല്ലത്. ഇതിപ്പോൾ ഒരു 5X ചെയ്യുന്ന 100X സൂം കേപ്പബിലിറ്റി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ലെറ്റ്സ് സീ, നമുക്കത് യൂസ് ചെയ്യുമ്പോൾ അറിയാം. സോ ഗൈസ് സബ്സ്ക്രൈബ് ഫോർ ദ ഫുൾ റിവ്യൂ. ഇത്രയും ഡിവൈസിനെ കുറിച്ച് ടോട്ടലി എനിക്ക് പറയാനുള്ളത്. കണ്ടിട്ട് ടോട്ടൽ ഇനീഷ്യൽ ഇംപ്രഷൻ അടിപൊളി. സബ്സ്ക്രൈബ്, ലവ് യു.